ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. വിളയൂർ അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെയും വിഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടി കെട്ടിടത്തിന്റെയും സംയുക്ത ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. MGNREGS, ICDS, LSGD സംയുക്ത ഫണ്ട് ഉപയോഗിച്ച് വിളയൂർ പഞ്ചായത്ത് MGNREGS വിഭാഗം നിർമ്മിച്ച പുതിയ അങ്കണവാടി കെട്ടിടത്തിന്റെയും പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വിഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടിയുടെയും ഉദ്ഘാടനമാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചത്. ഭിന്നശേഷിക്കാർക്ക് തടസ്സരഹിതമായ ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാരെ കുറിച്ചുള്ള സമൂഹത്തിന്റെ അവബോധത്തിൽ വളരെയേറെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. തടസ്സരഹിതമായ ജീവിതം അവർക്ക് ഉറപ്പാക്കുന്നതിനാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, തിയേറ്ററുകൾ, ലൈബ്രറികൾ, എല്ലാ പൊതു ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമാകണം എന്ന് തീരുമാനമെടുക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. പുതുതായി നിർമ്മിക്കുന്ന എല്ലാ പൊതു കെട്ടിടങ്ങളും അത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി തന്നെ വേണം എന്നുള്ളത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒന്നാണ്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി പ്രീ സ്കൂൾ ക്ലാസ്, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയാണ് സ്പെഷ്യൽ അങ്കണവാടി തുറന്നിരിക്കുന്നത്. സ്പെഷ്യൽ അങ്കണവാടി പരിശീലനത്തിനു ശേഷം കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കുന്നതിന് പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. സംസ്ഥാനത്തെ രണ്ടാമത്തെയും പാലക്കാട് ജില്ലയിലെ ആദ്യത്തെയും വിഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അങ്കണവാടിയാണ് വിളയൂരിൽ തുറന്നിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പിന്നോക്ക ക്ഷേമ വിഭാഗ വികസന കമ്മീഷൻ അംഗം സുബേദ ഇസഹാഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാബിറ ടീച്ചർ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.